ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നാം സംസാരിക്കാൻ പോകുന്നത് പ്രീമിയർ ലീഗിലെ നോർത്ത് ലണ്ടൻ ഡാർബിനെ കുറിച്ചിട്ടാണ്. അതായത് ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി, പെപ്പിൻ്റെ മാഞ്ചസ്റ്റർ സിറ്റി ആർസണലുമായിട്ടുള്ള പോയിൻറ്റ്സ് ഡിഫറൻസ് രണ്ടാക്കി ഇങ്ങനെ കുറച്ചിട്ടുണ്ടായിരുന്നു. അതായത് ന്യൂകാസിൽ യുണൈറ്റഡുമായിട്ടുള്ള എറ്റിഹാദിലെ മത്സരം അവർ 2-1 എന്നുള്ള സ്കോറിന് വിജയിക്കുന്നു. അങ്ങനെ എന്താണ് പ്രഷർ ആർസണലിൻ്റെ മേലിടാനുള്ള പരിപാടിയായിരുന്നു. ആർസണലാണെങ്കിൽ ബ്രെൻഫോർഡുമായിട്ടുള്ള സമനില, വൂൾസുമായിട്ടുള്ള സമനില, അത് ഭയങ്കര ഡെവസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള സമനിലയൊക്കെയായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഈ നോർത്ത് ലണ്ടൻ ഡാർബിയിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് പ്രഷർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എന്ത് പ്രഷർ എന്ന രീതിയിലുള്ള പ്രകടനമാണ് ഗണ്ണേഴ്സിൻ്റെ ഭാഗം നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചത്. കാരണം സിൻതിലേറ്റിംഗ് ഫുട്ബോളാണ് ആർസണൽ കാഴ്ചവെച്ചുള്ളത്. വളരെ വളരെ വ്യക്തമായിട്ടുള്ള ഇൻറ്റൻറ്റ്, വളരെ കൃത്യമായിട്ടുള്ള ഗെയിം പ്ലാന്, വളരെ മനോഹരമായിട്ടുള്ള എക്സിക്യൂഷൻ. ആർസണൽ ബദ്ധവൈരികളായിട്ടുള്ള സ്പേഴ്സിനെ തകർത്ത് തൈപ്പണമാക്കിയിരിക്കുകയാണ്. 4-1 എന്നുള്ള സ്കോർ ലൈന്. ഡിമോളിഷൻ ആക്റ്റാണ്, അല്ലാതെ കേവലം ഒരു തട്ടി മുട്ടിയിട്ടുള്ള വിജയമൊന്നുമല്ല. ശരിക്കും തറലി ഡിസേർവിങ് ആയിട്ടുള്ള, കൺവിൻസിങ് ആയിട്ടുള്ള വിജയം. ഇഗോർ ടുഡോർ എന്ന് പറയുന്ന പുതിയ മാനേജറിൻ്റെ കീഴിൽ ഒരു ന്യൂ മാനേജർ ബൗൺസൊക്കെ ഉണ്ടാകും എന്ന കാര്യങ്ങളും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനെയൊക്കെ അങ്ങോട്ട് തല്ലിക്കെടുത്തിരിക്കുകയാണ് ആർട്ടറ്റയുടെ പിള്ളേർ. കൃത്യമായിട്ടുള്ള ഇൻറ്റൻറ്റ്, അതാണ് എന്നെ സംബന്ധിച്ചോളം ഒരു നോട്ട് വർത്തി ആയിട്ടുള്ളൊരു സംഭവം, എടുത്തു പറയേണ്ടതായിട്ടുള്ള സംഭവം. ആ ബ്രേവറി, നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നൊരു സംഭവമാണ്. ആ ബ്രേവറി ആർസണൽ ഗെയിമിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പതറിപ്പോയില്ല. പ്രഷർ കുക്കർ സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്, അതാണ് യാഥാർത്ഥ്യം സത്യം പറഞ്ഞാൽ. പക്ഷേ ഒരു തരത്തിലുള്ള പ്രഷറും അവർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് സ്പേഴ്സുമായിട്ട് ഹോം ആൻഡ് അവേ അവർ ഈ പ്രീമിയർ ലീഗ് ക്യാമ്പയിൻ വിജയിച്ചിരിക്കുകയാണ്. അതായത് തുടർച്ചയായി 5 പ്രീമിയർ ലീഗ് മത്സരങ്ങൾ, 5 നോർത്ത് ലണ്ടൻ ഡാർബികൾ അവർ വിജയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് 1980 ശേഷം നടന്നിട്ടുള്ള ഒരു പ്രക്രിയയാണെന്നുള്ള കാര്യം ഓർക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ഡോമിനൻസ് ആണ് നോർത്ത് ലണ്ടനിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ആർസണൽ ഫാൻസ് സംബന്ധിച്ചോളം ഇരട്ടി മധുരം കൊടുക്കുന്ന തരത്തിലുള്ള വിജയം തന്നെയാണ്. പിന്നെന്താണ് ഈ തരത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും അവർ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ, ഇനി 10 മത്സരങ്ങളാണ് പ്രീമിയർ ലീഗിൽ അവർക്ക് ബാക്കിയുള്ളത്. 10 മത്സരങ്ങൾ അവർക്ക് ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് പ്രോബബിലിറ്റി വളരെ കുറവാണ്. പക്ഷേ അവരുടെ കയ്യിൽ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോഴും ഉള്ളത്. മാഞ്ചസ്റ്റർ സിറ്റിക്കും അവരുടെ റിമൈനിങ് മത്സരങ്ങൾ വിജയിച്ച് കഴിഞ്ഞാൽ അവർക്കും ടൈറ്റിൽ അടിക്കാൻ പറ്റും. പക്ഷേ ആർസണൽ ഈ കൃത്യമായിട്ടുള്ള ആറ്റിറ്റ്യൂഡുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ആ ടൈറ്റിൽ എന്ന സ്വപ്നത്തിലേക്ക് അടുക്കാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ആറ്റിറ്റ്യൂഡും മെൻറ്റാലിറ്റിയും ആ ബ്രേവറിയും കാര്യങ്ങളൊക്കെ എല്ലാ മത്സരങ്ങളും കാഴ്ചവെക്കുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നത്. പിന്നെ സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, സ്പേഴ്സ് റെലഗേഷൻ ബാറ്റിലിരിക്കുന്ന സൈഡാണ്. ഒന്ന് ആലോചിക്കുക, ആർസണൽ ടൈറ്റിൽ അടിക്കുക, സ്പേഴ്സ് റെലഗേറ്റ് ആവുക, ഇത് രണ്ടും ഒരു സീസണിൽ സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആർസണൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അതിലും സുഖമുള്ളൊരു സംഭവം ഒന്നും ഉണ്ടായിരിക്കില്ല. അവിടുത്തെ നേറ്റീവ് ഫാൻസിന് പ്രത്യേകിച്ച് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അപ്പോൾ അത്തരം വലിയ ഒരു റൈവൽറി ഉള്ളൊരു സംഭവമാണ് ഈ നോർത്ത് ലണ്ടൻ ഡാർബി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും സ്പേഴ്സ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മോശം സൈഡാണ്, ഇഞ്ചുറിയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈഡാണ്. പക്ഷെ എന്നാൽ പോലും ഈ ഡാർബിയിൽ അവർ കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ കാഴ്ചവെക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്തായപ്പോൾ ഇഗോർ ടുഡോർ വാൻഡവനോടൊക്കെ ഇങ്ങനെ കയറി നിൽക്കാൻ പറയുന്നുണ്ട്. കുറച്ചൊന്ന് കയറി നിൽക്കാൻ പറഞ്ഞിട്ട് വാൻഡവനൊന്നും കേൾക്കാത്ത സാഹചര്യം പോലും നമ്മൾ കണ്ടിരിക്കുകയാണ്. ഇഗോർ ടുഡോറിനെ സംബന്ധിച്ചോളം അത്ര സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മാനേജറൊന്നും അല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ആളുടെ മുമ്പിലുള്ള ഒരു പണി എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദ സീസൺ വരെയുള്ള ഒരു പണിയാണല്ലോ കൊടുത്തിരിക്കുന്നത്. ആളുടെ മുമ്പിലുള്ള പണി സ്പേഴ്സിന് ആ പ്രീമിയർ ലീഗിൽ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്പേഴ്സ് റെലഗേഷൻ ബാറ്റിലിരിക്കുകയാണ്. 29 പോയിൻറ്റ്സേ അവർക്ക് ആകെ ഉള്ളൂ 27 മത്സരങ്ങൾ കഴിയുമ്പോൾ. അപ്പോൾ ആ 18ാം സ്ഥാനത്തിരിക്കുന്ന വെസ്റ്റ് ഹാമുമായിട്ട് വെറും 4 പോയിൻറ്റ്സിൻ്റെ വ്യത്യാസത്തിലാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ സ്പേഴ്സ് റെലഗേഷൻ ബാറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സൈഡിനെതിരെയാണ് ജയിച്ചതെന്ന് വേണമെങ്കിൽ ഒരു വാദം ആളുകൾക്ക് ഉന്നയിക്കാൻ പറ്റും. പക്ഷേ കോൺടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ. അതിൻ്റെ കോൺടെക്സ്റ്റ്, കാരണം ഇവിടെ ഒന്ന് കാലിടറിയിരുന്നെങ്കിൽ പെപ്പിൻ്റെ ടീം കൃത്യമായിട്ട് മുതലെടുപ്പ് നടത്തിയേനെ എന്നുള്ളൊരു കാര്യം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ആർസണൽ ശരിക്കും അവരുടെ ഒരു ഇൻറ്റൻറ്റ് കൃത്യമായിട്ട് കാഴ്ചവെച്ചു. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഇൻറ്റൻറ്റ്, ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്ന വാക്കുകൾ. അതൊന്നും നമുക്ക് വൂൾസിനെതിരെ കാണാൻ സാധിച്ചില്ല, ബ്രെൻഫോർഡിനെതിരെ കാണാൻ സാധിച്ചില്ല, പക്ഷേ ഈ മത്സരത്തിൽ കാണാൻ സാധിക്കുകയാണ്. പിന്നെ ഇതിൽ തന്നെ സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവർ മാഞ്ചസ്റ്റർ സിറ്റിയുടെ അടുത്ത് നിന്ന് 5 പോയിൻറ്റ്സ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആർസണലിന് ഈ ടൈറ്റിൽ റേസിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി കൊടുക്കുന്ന പെപ്പിൻ്റെ ടീമിൽ നിന്ന് പോയിൻറ്റ്സ് എടുത്തിട്ടുണ്ട്. പെപ്പിൻ്റെ ടീമിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സമനില, സോളങ്കിയുടെ വല്ലാത്ത രീതിയിലുള്ള സ്കോർപ്പിയൻ കിക്കൊക്കെ ഓർമ്മയില്ല. അപ്പോൾ ആ രീതിയിൽ സിറ്റിക്ക് ആകെ ഒരൊറ്റ പോയിൻറ്റ് മാത്രമേ സ്പേഴ്സിനെതിരെ ഈ സീസണിൽ നേടാൻ സാധിച്ചിട്ടുള്ളൂ. നേരെ മറിച്ച് ആർസണൽ 6 പോയിൻറ്റ്സ് സ്വരൂപിച്ചെടുത്തിരിക്കുകയാണ് സ്പേഴ്സിനെതിരെ. ഇതിൽ തന്നെ എബെറിച്ചിയേസയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 19 മത്സരങ്ങളുടെ ഒരു ഗോൾ വരൾച്ചയിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ചങ്ങായി. നവംബറിലെങ്ങനെയാണ് അവസാനമായിട്ട് പ്രീമിയർ ലീഗ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ചങ്ങായി. ആ ചങ്ങായി വീണ്ടും സ്പേഴ്സിനെതിരെ ഗോൾ അടിച്ചിരിക്കുകയാണ്. ഈ ഒരു ക്യാമ്പയിനിൽ എബെറിച്ചിയേസ ആകെ ഗോളുകൾ അടിച്ചിട്ടുള്ളത് സ്പേഴ്സിനെതിരെയും ക്രിസ്റ്റൽ പാലസിനെതിരെയും മാത്രമാണ്. തൻ്റെ ഫോമർ ക്ലബ്ബായിട്ടുള്ള ക്രിസ്റ്റൽ പാലസിനെതിരെയും
സ്പേഴ്സിനെതിരെയും. അതായത് നമുക്കറിയാമല്ലോ കഥകൾ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നുള്ളത്. ആരാണ് എസെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുൻ മാനേജറായിട്ടുള്ള തോമസ് ഫ്രാങ്ക്. അത് ചോദിച്ചതിനുള്ള കൊടുക്കൽ അന്ന് തന്നെ എസെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നോർത്ത് ലണ്ടൻ ഡാർബിയിൽ എമിറേറ്റ്സിൽ ഹാട്രിക് അടിച്ചിട്ടാണ് എസെ ആ ഒരു സാഹചര്യത്തിൽ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മറ്റൊരു റെയർ സ്റ്റാർട്ട് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുകയാണ്. ഈ ഒരു കാലണ്ടർ ഇയറിൽ തന്നെ 2ാമത്തെ പ്രീമിയർ ലീഗ് സ്റ്റാർട്ട് മാത്രമാണ് ചങ്ങായി കിട്ടുന്നുണ്ടായിരുന്നത്. ആ സ്റ്റാർട്ടിൽ മറ്റൊരു ബ്രേസ് അടിച്ചിരിക്കുകയാണ്. അങ്ങനെ 5 ഗോളുകൾ സ്പേഴ്സിനെതിരെ ഒരു ക്യാമ്പയിനിൽ അടിച്ചിരിക്കുകയാണ്, ഹോം ആൻഡ് എവേ. അപ്പോൾ ഇനിയിപ്പോൾ ആർസണൽ ടൈറ്റിൽ അടിക്കുന്നു എന്ന് വിചാരിക്കുക. ആർസണൽ ടൈറ്റിൽ അടിച്ചിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഒരു ക്യാമ്പയിനെക്കുറിച്ച്, ഈ ഒരു ലീഗ് ക്യാമ്പയിനെക്കുറിച്ച് ആളുകൾ ഓർത്തെടുക്കുമ്പോൾ, ആർസണൽ ഫാൻസ് ഓർത്തെടുക്കുമ്പോൾ എബെറിച്ചി എസയുടെ പേര് ആളുകളുടെ മനസ്സിലുണ്ടായിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ നോർത്ത് ലണ്ടൻ ഡാർബിയിലെ അത്തരത്തിൽ ഹാട്രിക്കും 2 ഗോളും അടിച്ച് 5 ഗോളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുടെ പേര് ആളുകളുടെ ഓർമ്മയിലിരിക്കും, പ്രത്യേകിച്ച് ഗണ്ണേഴ്സ് ഫാൻസിൻ്റെ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ ചെങ്ങായുടെ കാര്യം, ആകെ 6 പ്രീമിയർ ലീഗ് ഗോളുകൾ, അതിൽ 5 സ്പേഴ്സിനെതിരെ, 1 ക്രിസ്റ്റൽ പാലസിനെതിരെ. കഴിഞ്ഞ സമ്മറിൽ എസെ സ്പേഴ്സിലേക്ക് പോകുമായിരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എസെ ആർട്ടറ്റനെ വിളിക്കുകയാണ്, എന്നിട്ട് പറയുകയാണ് എനിക്ക് എൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബിലേക്ക് തിരിച്ചു വരണമെന്നുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് കേട്ടപാടെ ആർട്ടറ്റ കാര്യങ്ങൾ കരുനീക്കുന്നൊരു സാഹചര്യം നമ്മൾ കാണുന്നു. അങ്ങനെ എസെ തൻ്റെ ആ ഒരു ഡ്രീം മൂവ് നടത്തുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിരിക്കുകയാണ്. എന്നിട്ടോ ഇമ്മാതിരി പണി സ്പേഴ്സിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചങ്ങായി. അതേപോലെ തന്നെ വിക്ടർ യോക്കെരഷിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആളുടെ മോസ്റ്റ് കംപ്ലീറ്റ് പെർഫോമൻസ് ഒരു ആർസണൽ കുപ്പായത്തിൽ നമ്മൾ കണ്ടത് ഈ മത്സരത്തിലാണെന്ന് ഞാൻ പറയും. അപ്പോൾ അതും ആർസണൽ ഫാൻസ് സംബന്ധിച്ചോളം ശരിക്കും അവർ ഇത്തരത്തിലൊരു പെർഫോമൻസ് അവരുടെ സ്ട്രൈക്കറിൽ നിന്ന് ആഗ്രഹിച്ചിട്ടുള്ളതാണ്. ഇങ്ങനത്തെ ഒരു മാച്ചിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഇമ്പോർട്ടൻറ്റ് മത്സരമാണ്. അങ്ങനെയുള്ളൊരു ഇമ്പോർട്ടൻറ്റ് മത്സരത്തിൽ എവേ സ്റ്റേഡിയത്തിൽ ബദ്ധവരികളുടെ ഹോമിൽ വിക്ടർ യോക്കെരഷിൻ്റെ ഫാന്റാസ്റ്റിക് പെർഫോമൻസ് കാണുന്നു. മാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രീമിയർ ലീഗിലെ ഒരു ഇൻഫോം പ്ലെയറാണ് യോക്കെരഷ് എന്നുള്ള കാര്യം എടുത്തു. വിക്ടർ യോക്കെരഷിൻ്റെ 2026 കാലണ്ടർ ഇയറിലെ ഗോൾ സ്കോറിംഗ് ടാലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രീമിയർ ലീഗിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുള്ള താരമാണ് ഈ ഒരു കാലണ്ടർ ഇയറിൽ. സോഫാർ 8 ഗോളുകൾ യോക്കെരഷ് അടിച്ചിട്ടുണ്ട്. ആൻ്റണി ഗോർഡനും ജോ പെഡ്രോയും 7 ഗോളുകൾ വീതമാണ് ഓൾ കോമ്പറ്റീഷൻസിൽ പ്രീമിയർ ലീഗിൽ നിന്നും സോഫാർ അടിച്ചിട്ടുള്ളത് ഈ 2026 ക്യാമ്പയിൻ. അപ്പോൾ ഒരു ഫോമിലേക്ക് നീങ്ങി വരുന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരത്തിൽ യോക്കെരഷ് പെർഫോം ചെയ്യുന്നു. അത് ഓവറോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനം വളരെ ഇമ്പ്രസീവ് ആയിരുന്നു. അതായത് ആ ലെഫ്റ്റ് ചാനലിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ റണ്ണുകൾ, ഡ്രാഗോഷിൻ എന്ന് പറയുന്ന ചങ്ങായിക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പലീന്യ, ഡ്രാഗോഷിൻ, ആർച്ചിഗ്രേ ഒക്കെയാണ് ഡിഫൻസിലുണ്ടായിരുന്നത്. സ്പേഴ്സ് സംബന്ധിച്ചോളം ഇഞ്ചുറിയിൽ മുങ്ങിയിരിക്കുന്ന സിറ്റുവേഷൻ, അതേപോലെ തന്നെ കുട്ടിയന്മാർക്ക് സസ്പെൻഷൻ കൂടി കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അവർ സംബന്ധിച്ചുള്ള ഒരു മേക്ക് ഷിഫ്റ്റ് ഡിഫൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇങ്ങോട്ട് ഒരു 3 at the back സിസ്റ്റമായിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുന്നത്. അങ്ങനെ 5 ഡിഫൻഡർമാരൊക്കെ ഉണ്ടായിട്ട് പോലും അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പലീനിനെ വീണ്ടും RCB ആയിട്ട് കളിപ്പിക്കുന്നു, LCB ആയിട്ട് വാൻഡവൻ കളിക്കുന്നു. ഒരു ക്വാർട്ടർ ബാക്ക് ആയിട്ട് ആ സെൻറ്ററിൽ നമുക്ക് ഡ്രാഗോഷിനെ കാണാൻ സാധിക്കുന്നു. അതായത് വലിയ ഡിഫെൻസീവ് ഡ്യൂട്ടി ഒന്നും ഡ്രാഗോഷിൻ്റെ മേൽ ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ആ ഒരു താരതമ്യേന ആ ഡിഫൻസിൽ കുറവ് പണി ഉണ്ടാവേണ്ടിയിരുന്നത് ഡ്രാഗോഷിനാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്കുകൾ വരുത്തുന്നുണ്ടായിരുന്ന ഡ്രാഗോഷിനാണ്. അതേപോലെ തന്നെ ജെറ്റ് സ്പെൻസ് ആണ് ആ ഒരു ലെഫ്റ്റ് വിങ് ബാക്ക് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൊത്തത്തിൽ ആ സ്പേഴ്സിൻ്റെ ഡിഫൻസിന് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എവിടെയാണ് നിൽക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ധാരണയിലാണ് അവർ കളിക്കുന്നത്. പിന്നെ മാത്രമല്ല ആർസണൽ പ്ലേയേഴ്സിൻ്റെ റൊട്ടേഷൻ, ഫ്രണ്ട് പ്ലേയേഴ്സിൻ്റെ റൊട്ടേഷൻ ശരിക്കും ഈ സ്പേഴ്സ് ഡിഫൻസിനെ ഇടങ്ങറാക്കുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ഫ്രണ്ട് ഫുട്ടിലുള്ള ആർസണലിൻ്റെ പെർഫോമൻസ്, ഫ്രണ്ട് ഫുട്ടിൽ കളിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള സൈഡാണ് ഈ ആർസണൽ സൈഡ്. അത്തരത്തിലുള്ള ടെക്നിക്കൽ ഫുട്ബോളേഴ്സ് ഉണ്ട്. ബുക്കായോ സാക്ക, ട്രൊസാർഡ്, പിന്നെ എബെറിച്ചി എസെ, ഇവരൊക്കെ ആ സ്ട്രൈക്കർക്ക് പുറകിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഡെക്ലൻ റൈസും സുബിമെൻഡിയും ആ മിഡ്ഫീൽഡിൽ കളിക്കുന്നു. പിന്നെ നമ്മൾ ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ടിംബറും ലെഫ്റ്റ് ബാക്കായിട്ട് ഹിൻകാപ്പിയയും ഗബ്രിയേലും സലീബയും സ്റ്റാർട്ട് ചെയ്യുന്നു. ഡേവിഡ് റായ കീപ്പറായിട്ട്. ഡേവിഡ് റായനെ സംബന്ധിച്ചോളം വൂൾസിനെതിരെ ആ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചപ്പോൾ അതിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എററാണ് ഡേവിഡ് റായയും ഗബ്രിയേലും തമ്മിൽ നടന്നിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം ഒരു സ്ട്രോങ് പെർഫോമൻസ് കാഴ്ചവെക്കേണ്ട ഒരു സാഹചര്യമാണ്. അത്തരത്തിലൊരു സ്ട്രോങ് പെർഫോമൻസ് പുൾ ഓഫ് ചെയ്തിരിക്കുകയാണ് ഡേവിഡ് റായക്ക് എന്നുള്ള കാര്യങ്ങൾ. മാത്രമല്ല ഈ മത്സരത്തിൽ നമ്മൾ വൺസ് അഗൈൻ ആ ടിംബർ സാക്ക കോമ്പിനേഷൻ കണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ആ റൈറ്റ് ഏരിയയിലൂടെ ആർസണൽ ശരിക്കും സ്പേഴ്സിന് ഇടങ്ങറാകുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നു. സ്പെൻസ് ശരിക്കും ഇടങ്ങറാകുന്നു. അവിടെ സിമോൺസ് എന്താ പറയുക അറ്റാക്കിംഗ് മിഡ്ഫീൽഡായിട്ട് കളിക്കുന്ന സിമോൺസൊക്കെ അവിടെ സപ്പോർട്ട് കൊടുക്കാൻ വരുന്നു. പാപ്പമാറ്റ സാറ് സപ്പോർട്ട് കൊടുക്കാൻ വരുന്നു. പക്ഷേ എന്നിട്ടും സാക്കയും ടിംബറും എജെയൊക്കെ കൂടിയിട്ട് ആ ഒരു ഏരിയയിലൂടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്നു. അതിൽ തന്നെ സാക്ക ഹാഡ് എ ഗ്രേറ്റ് ഗെയിം. ഗോളൊന്നും അടിച്ചില്ല ചങ്ങായി, പക്ഷേ ഫാന്റാസ്റ്റിക് ഗെയിമായിരുന്നു സാക്ക പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടിംബർ 57 മിനിറ്റ് വരെ ടിംബർ കളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു യെല്ലോ കാർഡൊക്കെ ചങ്ങായിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഹാഡ് എ ഫാന്റാസ്റ്റിക് ഗെയിം. വിക്ടർ യോക്കെരഷിൻ്റെ ഗോൾ ചങ്ങായി കൊടുത്തുള്ള പാസ് വാസ് ബ്യൂട്ടിഫുൾ പാസ്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, സാക്ക ടിംബർ കോമ്പിനേഷൻ, അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അപ്പോൾ ആ രീതിയിൽ ടിംബറിൻ്റെ പാസിംഗ് എബിലിറ്റി ഉണ്ട്, ആളുടെ റണ്ണിങ് എബിലിറ്റി ഉണ്ട്, ആളുടെ പൊസിഷനിങ് എബിലിറ്റി ഉണ്ട്, എവിടെയാണ് നിൽക്കുന്നത്, ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഫുട്ബോളാണ്.
ടിംബർ എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ആർസണലിൻ്റെ ഫാസ്റ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഇതിൽ തന്നെ വിക്ടറി ഓക്കറിഷിൻ്റെ കംപ്ലീറ്റ് പെർഫോമൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഈ ലെഫ്റ്റ് ചാനലിലേക്കുള്ള അദ്ദേഹത്തിന് നിരന്തരമായിട്ടുള്ള റണ്ണുകൾ, അതേപോലെ തന്നെ ആളുടെ വൺ ടച്ച് പാസുകൾ, അതായത് എസയുടെ ആ ഗോളിലുള്ള ആളുടെ വൺ ടച്ച് പാസ്സൊക്കെ ബ്യൂട്ടിഫുൾ പാസ് എന്നുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ആളുടെ രണ്ടാമത്തെ ഗോൾ ശരിക്കും ആർസണൽ ഫാൻസിന് ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു ഗോളായിരിക്കും. ഫസ്റ്റ് ഗോൾ വാസ് ബ്രില്യൻറ്റ്, പവർഫുൾ സ്ട്രൈക്ക്, ഇമ്പോർട്ടൻറ്റ് മൊമെൻ്റാണ് ആ ഗോൾ വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഗോളുകൾ സ്പോർട്ടിങ്ങിലുള്ളപ്പോൾ ചങ്ങായി ഒരുപാട് അടിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ആളുടെ ഒരു പവറുണ്ട്, ആ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത്തും കാര്യങ്ങളും അദ്ദേഹം അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. ആർച്ചി ഗ്രേയെ സംബന്ധിച്ചിടത്തോളം ആൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല വിക്ടറി ഓക്കറിഷ് അതുമായിട്ട് ആ ലെഫ്റ്റ് ബോക്സിന് ലെഫ്റ്റ് ഏരിയയിലേക്ക് ഇങ്ങനെ നീങ്ങി പോകുമ്പോൾ. അതായത് ഒഡിഗാർഡ് സബ്ബായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒഡിഗാർഡാണ് പോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ വിക്ടറി ഓക്കറിഷിന്. ഇതിന് ശേഷമുള്ള ആളുടെ ഫിനിഷ് വാസ് ബ്യൂട്ടിഫുൾ ഫിനിഷ്. അതാണ് അവിടെ ആ ഒരു സ്ട്രെങ്ത്, അത്തരത്തിലുള്ള ഒരു സംഭവം. അതാണ് വിക്ടറി ഓക്കറിഷിൻ്റെ ഒരു മെയിൻ USP എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ രീതിയിൽ ആൾക്ക് എന്താണ് പിന്നെ പ്ലേയേഴ്സിനെ ബുള്ളി ചെയ്യാനുള്ള സാഹചര്യമൊക്കെ ഈ മത്സരം ഉണ്ടായിരുന്നു. ഡ്രാഗോഷിനെ ടേങ്ങറായി വിക്ടറി ഓക്കറിഷിനെ ആൾക്ക് ഹാൻഡിൽ ചെയ്യാനേ പറ്റുന്നില്ല. ഡ്രാഗോഷിനെ സംബന്ധിച്ചോളം ഒരു ഡിഫൻഡറിൻ്റെ ബേസിക് സംഭവങ്ങളൊക്കെ നിരന്തരം മോശമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മോശം ഡിഫെൻഡിങ്ങാണ് ഡ്രാഗോഷിന് കാഴ്ചകൊണ്ടിരിക്കുന്നത്. പിന്നെ പലീനിയ ഒരു മിഡ്ഫീൽഡറാണ്, ഡിഫെൻസീവ് മിഡ്ഫീൽഡറാണ്. ആളുടെ ഒരു ക്രഞ്ചിങ് ചാലഞ്ചൊക്കെ ഉണ്ടായിരുന്നു, സ്ലൈഡിങ് ടാക്കിലൊക്കെ മത്സരം നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ ആ റോളിൽ RCB ആൾ കംഫർട്ടബിൾ അല്ല എന്നുള്ളത് ഒരു സാഹചര്യത്തിലൊക്കെ എബറിച്ചിയെ ചെങ്ങായനെ അഡ്മക്ക് ചെയ്ത് പോകുന്നതൊക്കെ നമ്മൾ കണ്ടില്ലേ. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മൂവ് ആയിരുന്നു. അപ്പോൾ ആസ് എ ഫുൾ സ്വിങ്ങിലേക്ക് കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര രസമാണ്. പക്ഷേ ആസ് എ ഫുൾ സ്വിങ്ങിൽ ഈ സീസണിൽ സോഫാർ ആയിട്ടില്ല. അതായത് കൺസിസ്റ്റൻസി അദ്ദേഹത്തിന് ഗെയിമിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കൺസിസ്റ്റൻറ്റ് ലെവൽ ഓഫ് ത്രെട്ട് ചെങ്ങായിക്ക് സ്റ്റാർട്ടുകൾ കൊടുക്കുമ്പോഴോ അവസരങ്ങൾ കൊടുക്കുമ്പോഴോ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ചെങ്ങായി സ്പേഴ്സിനെ ഹെയ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്ലെയറാണ്. സ്പേഴ്സിനെ എവിടെ കിട്ടിയാലും പരിപ്പിളക്കുന്ന തരത്തിലാണ്. അമ്മാതിരി പെർഫോമൻസാണ്. അദ്ദേഹത്തിൻ്റെ വൺ ടച്ച് പാസുകളുണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ മെഗുകളുണ്ടായിരുന്നു, ഡ്രൈവിംഗ് റണ്ണുകളുണ്ടായിരുന്നു, ഗോളുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, നല്ല നല്ല പാസുകൾ നമ്മൾ കാണുന്നു, വൺ ടച്ച് പാസുകൾ നമ്മൾ കാണുന്നു, ആളുടെ എനർജി ലെവൽ, ആൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന രീതി. അപ്പോൾ ആ രീതിയിൽ എബറിച്ചിയെ അടിച്ചിട്ടുള്ള രണ്ടാമത്തെ ഗോളിൽ ആൾ തന്നെയാണ് ബോൾ വിൻ ചെയ്യുന്നത്, ആൾ തന്നെയാണ് അത് ഫിനിഷ് ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള ആസ് എ ഫുൾ സ്വിങ്ങിലാകുമ്പോൾ കാണാൻ ഭയങ്കര രസമാണ് ആളുടെ കളി. പക്ഷേ ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസിയുടെ ഒരു പ്രശ്നം ആളുടെ ഗെയിമിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള മൊമെൻറ്റ്സിൽ, ബിഗ് മൊമെൻറ്റ്സിൽ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ആർസണൽ ഫാൻസ് സംബന്ധിച്ചിടത്തോളം അവർ ഓക്കെ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും ആ രീതിയിൽ വിക്ടറി ഓക്കറിഷിൻ്റെ കംപ്ലീറ്റ് പെർഫോമൻസ് കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സോഫാർ ആൾ പ്രീമിയർ ലീഗിൽ 10 ഗോളുകളായി, ഓൾ കോമ്പറ്റൻസിൽ ഇപ്പോൾ 15 ഗോളുകളായി ആർസണൽ കുപ്പായത്തിൽ. അപ്പോൾ ഈ രീതിയിൽ ഈ ബിസിനസ് എൻഡ് ഓഫ് ദ സീസണിലേക്ക് കടക്കുമ്പോൾ യോക്കറിഷി ഫോമിലേക്ക് ഉയർന്നു വരുന്നത് ആർസണൽ ഫാൻസ് സംബന്ധിച്ചോളം ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവം കൊണ്ട് നൽകി. പിന്നെ കായ് ഹാവർട്സ് തിരിച്ചു വരാനായി, ഓൾറെഡി ഗബ്രിയൽ ജെസൂസ് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ആർട്ടറ്റയെ സംബന്ധിച്ചിടത്തോളം അല്ലേ. പിന്നെ അതുപോലെ തന്നെ ആ മൊസ്കേരയുടെ ഒരു ക്യാമിയോ, അത് ടിംബറിനെ മാറ്റിയപ്പോൾ മൊസ്കേര വന്നിട്ട് ആ റൈറ്റ് ബാക്കിൽ കളിച്ചിട്ടുള്ള ആ ഒരു ക്യാമിയോ എന്ന് പറയാൻ പറ്റില്ല, 57ാമത്തെ മിനിറ്റ് മുതൽ ആൾ കളിച്ചിട്ടുണ്ട്. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു മൊസ്കേരയുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കുറച്ച് ടൂർണമെൻറ്റ് സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയുക കവേർഡ്ലി ആയിട്ടുള്ള ഒരു ലൈനപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഡിഫെൻസീവ് ആകാൻ ശ്രമിച്ചിട്ട് ഒരു തരത്തിലും ഡിഫെൻസീവ് ആകാൻ പറ്റുന്നില്ല, അറ്റാക്കും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു സ്പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന്. അതായത് നമ്മൾ ടോട്ടൽ 60% പൊസഷൻ ആർസണൽ ഉണ്ടായിരുന്നു. 20 അറ്റംപ്റ്റുകളാണ് ആർസണൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. 20 അറ്റംപ്റ്റ്, അതിൽ 7 ഒരു ടാർഗറ്റിലേക്ക് അടിക്കുന്നു. സ്പേഴ്സ് സംബന്ധിച്ചുള്ള വെറും 6 അറ്റംപ്റ്റുകളെ നടത്തിയിട്ടുള്ളൂ. അതിൽ 5 ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര എണ്ണം റായനെ കൊണ്ട് ഇടങ്ങറാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചില കോൺട്രവേഴ്ഷ്യൽ മൊമെൻറ്റ്സ് ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം അല്ലേ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഹാഫിൽ ഫാസ്റ്റ് സ്റ്റാർട്ടാണ് ആർസണൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഓപ്പണിംഗ് 20 മിനിറ്റ്സ് തന്നെ 5 അറ്റംപ്റ്റുകൾ ആർസണൽ നടത്തുമ്പോൾ സ്പേഴ്സ് ഒരു അറ്റംപ്റ്റ് പോലും നടത്താത്തൊരു സാഹചര്യമൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ 32ാമത്തെ മിനിറ്റിലാണല്ലോ എസയുടെ ഗോൾ വരുന്നത്, ആ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 20 മിനിറ്റ് മുതൽ 32 മിനിറ്റ് വരെ പിന്നെ ചില സാഹചര്യങ്ങളിൽ ആർസണലിൻ്റെ ചില എന്താ പറയുക സ്ലോപ്പിനെസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഒരുപക്ഷെ മറ്റ് സൈഡുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പണിഷ് ചെയ്യപ്പെടേണ്ട തരത്തിലുള്ള സംഭവമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ചില ഡിഫെൻസീവ് പ്രശ്നങ്ങൾ, പ്ലെയേഴ്സ് പൊസഷൻ നഷ്ടപ്പെടുന്ന സാഹചര്യം, അത്തരത്തിലുള്ള ഒരു ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ നമ്മൾ ആർസണൽ പ്ലേയേഴ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ 32ാമത്തെ മിനിറ്റുള്ള ആ ഒരു ഗോള് ആ സംബന്ധിച്ചോളം ഗെയിമിൽ വീണ്ടും കംപ്ലീറ്റ് കൺട്രോൾ. തുടക്കം മുതലുള്ള ഞാൻ പറഞ്ഞില്ല, ഇൻറ്റൻറ്റ് വളരെ വളരെ കൃത്യമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് മത്സരത്തിൽ ചില മൊമെൻറ്റ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വിക്ടറി ഓക്കറിഷിൻ്റെ ഇൻറ്റൻറ്റ് ആ ഒരു പിന്നെ എന്താ പറയുക ലെഫ്റ്റ് ചാനലിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ റണ്ണ് ആളിനെ അവിടെ പിക്ക് ചെയ്യുന്നു. എബറിച്ചിയെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കളിക്കായിരുന്നു, ലെഫ്റ്റിലേക്ക് നീങ്ങുന്നുണ്ടായിരുന്നു, റൈറ്റിലേക്ക് നീങ്ങുന്നുണ്ടായിരുന്നു, കാരണം 10 റോളാണല്ലോ കളിക്കുന്നത്. അപ്പോൾ വിക്ടറി ഓക്കറിഷ് ലെഫ്റ്റ് സൈഡിലേക്കുള്ള റണ്ണ് നടത്തുന്നു, ആളെ പിക്ക് ചെയ്യുന്നു. ഈ എസേനെ സംബന്ധിച്ചോളം ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, അവരുടെ റൊട്ടേഷൻ, പെട്രോസാഡും റൊട്ടേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളായിരുന്നു. അപ്പോൾ അവരുടെ റൊട്ടേഷൻ ശരിക്കും സ്പേഴ്സിന് ഓൾറെഡി കൺഫ്യൂഷനിലിരിക്കുന്ന സ്പേഴ്സിൻ്റെ ഡിഫൻസിന് കൂടുതൽ കൺഫ്യൂഷൻ കൊടുക്കുന്ന തരത്തിലായിരുന്നു. അപ്പോൾ ഈ വൈഡ് സെൻറ്റർ ബാക്കുകളെ
അതായത് RCB ആണെങ്കിലും LCB ആണെങ്കിലും കളിക്കുന്നവരെ ഐസൊലേറ്റ് ചെയ്യിപ്പിക്കാൻ, അതേപോലെ തന്നെ ഡ്രാഗോസിനുമായിട്ട് 1v1 ബാറ്റിലൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ വിക്ടറി ഓക്കറേഷൻ എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ പലീനിയൊക്കെ സംബന്ധിച്ചോളം എപ്പോഴാണ് ജമ്പ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ജമ്പ് ചെയ്യേണ്ടതിരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ധാരണയില്ല. RCB റോള് കളിച്ചതിൻ്റെ പരിചയം, അല്ലെങ്കിൽ ഒരു ഡിഫൻഡർ അല്ല, തോമസ് ഫ്രാങ്കിൻ്റെ ഇടയിലും ഡിഫൻഡറൊക്കെ ആയിട്ട് ഞങ്ങൾ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 at the back സിസ്റ്റം ആളെ സംബന്ധിച്ചോളം കുറച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. അതുപോലെ തന്നെ ആർച്ചിഗിരിയാണ് റൈറ്റ് വിങ് ബാക്ക്. സ്പെൻസ് പിന്നെ അവിടെ കളിച്ച് പരിചയമുള്ള ചെങ്ങാണ്, പക്ഷേ സ്പെൻസിനും അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വിക്ടറി ഓക്കറേഷിനെ പാസ് പിക്ക് ചെയ്തപ്പോൾ വിക്ടറി ഓക്കറേഷ് കട്ടിൻസിൽ ചെയ്തിട്ട്, അപ്പോൾ ആളിനെ വളരെ ടൈറ്റ് ആയിട്ടാണ് ഡ്രാഗോസി മാർക്ക് ചെയ്യുന്നത്. അത് വിക്ടറി ഓക്കറേഷൻ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കി. ആൾ കട്ടിൻസിൽ ചെയ്തിട്ട് ഷോർട്ട് ആൻഡ് ലീഷൻ ജസ്റ്റ് വൈഡായിട്ട് പോവുകയാണ്. അപ്പോൾ ഓക്കറേഷി പറഞ്ഞ പോലെ തുടക്കം മുതൽ റെഡിയാണെന്ന് ഈ മത്സരത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ, അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു. പിന്നെ സാക്ക ഒരു കോർണർ വിൻ ചെയ്യുന്നു. ആ കോർണറിൽ നിന്ന് അഗൈൻ വിക്ടറി ഓക്കറേഷ് ആ ഫാർ പോസ്റ്റിൽ ഹെഡ് ചെയ്യുന്നു. അത് ആ ഒരു 6 yard ഹെഡ് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ സലീബിയെ സംബന്ധിച്ചോളം അത് ശരിക്കും അയാൾ വലയിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്ന തരത്തിലൊരു ഹെഡറായിരുന്നു, പക്ഷേ ജസ്റ്റ് വൈഡായിട്ട് പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ രീതിയിൽ ത്രട്ടൺ ചെയ്യുകയാണ്. പിന്നെ മറ്റൊരു സുന്ദരമായിട്ടുള്ള സംഭവം, സ്പേഴ്സിനെതിരെ ഇപ്പോൾ ഈ ഒരു ക്യാമ്പയിനിൽ തന്നെ 8 ഗോളുകൾ അടിച്ചിട്ടുണ്ട് അല്ലേ ആർസണൽ. ആ 8 ഗോളുകളും ഓപ്പൺ പ്ലേയിൽ നിന്നാണ് എന്നുള്ള പ്രത്യേകതയുണ്ട്, സെറ്റ് പീസിൽ നിന്നല്ല. ഓക്കെ, പിന്നെ ഇവർ ചേച്ചിയുടെ ഗോൾ വരുന്നത് എങ്ങനെയാണ്, അതിൽ പാപ്പമാറ്റ സാറിന് സാക്കേനെ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ പിന്നെ സാക്ക അനായാസമായിട്ട് മാറ്റസാറിനെ മറികടന്ന് പോവുകയാണ് റൈറ്റ് സൈഡിൽ. അവിടെ ഡ്യൂല് വിൻ ചെയ്യേണ്ടതാണ്, ബോൾ വിൻ ചെയ്തെന്നാണ് സാറ് കരുതിയത്, പക്ഷേ പോരാ. ആളൊരു ഒരു മിഡ്ഫീൽഡറാണ്. അവിടെ ഒരു ലെഫ്റ്റ് ബാക്ക് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ബെറ്റർ ആയിട്ട്, ഇപ്പോൾ സ്പെൻസ് ആണ് ആ പൊസിഷനിലെങ്കിൽ ഒരു പക്ഷേ ബെറ്ററായി ഡിഫെൻഡ് ചെയ്യുമായിരുന്നു വേണമെങ്കിലും പറയാൻ പറ്റും. പക്ഷേ സ്പെൻസിൻ്റെയും മോശം ഡിഫെൻഡിങ് മത്സരം നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിനുശേഷം ആളത് കട്ട് ബാക്ക് കൊടുത്തപ്പോൾ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ട്. എന്നിട്ട് അത് എസയിലേക്ക് എത്തുമ്പോൾ എസയുടെ ഫസ്റ്റ് ടച്ച് ഉണ്ടല്ലോ, അത് ഫസ്റ്റ് ടച്ച് ബോൾ ഇങ്ങോട്ട് ഉയർത്തുന്ന തരത്തിലുള്ള ഒരു ഫസ്റ്റ് ടച്ച് ആയിപ്പോയി. പക്ഷേ പിന്നെ ആളുടെ ഫിനിഷ് വാസ് ക്ലാസ്. റൈറ്റ് ഫുട്ട് കൊണ്ട് വോളി, ആക്രോബാറ്റിക് സ്ട്രൈക്ക്, ആ രീതിയിലാണ് നോർത്ത് ലണ്ടൻ ഡാർബിയിൽ ആർസണലിന് ലീഡ് കൊടുക്കുന്ന പെരച്ചി. ആസ് നവംബർ 23 ശേഷമുള്ള ആദ്യത്തെ പ്രീമിയർ ലീഗ് ഗോൾ. അപ്പോൾ ചെങ്ങാട് വരൾച്ച അവസാനിക്കുകയാണ് സ്പേഴ്സിൻ്റെ ഹോമിൽ. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഗോൾ മടക്കാണ് സ്പേഴ്സിൻ്റെ ആരാധകർക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ കൊടുക്കുന്ന തരത്തിലൊരു ഗോളായിരുന്നു അത്. അതേപോലെ തന്നെ മാൻ സിറ്റിയുടെ ആരാധകർക്കും. പക്ഷേ ആ ഗോൾ വരുന്നതിന് മുമ്പ് ആർസണൽ ഗോൾ അടിച്ചപ്പോൾ ഡെക്ലൻ റൈസ് ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. എല്ലാവരെയും ഒരു ഹഡിലൊക്കെ വിളിച്ചിട്ട് മെൻറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കണം, നമ്മൾ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചെങ്ങായി തന്നെ ഒരു മിസ്റ്റേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിരിക്കുകയാണ്. ആദ്യം പാസ് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുള്ള സാധനം, പക്ഷേ ഡെക്ലൻ റൈസിനെ പ്രസ് ചെയ്തിട്ട് അവിടെ ബോൾ വിൻ ചെയ്യുന്ന കൊലോമുവാനിയാണ്. കൊലോമുവാനി എന്നിട്ട് അതുമായിട്ട് കട്ട് ഇൻസൈഡ് ചെയ്തിട്ട് ബോക്സിലേക്ക് പോയിട്ട് ഒരു ഷോട്ട് അൺലീഷ് ചെയ്യുന്നു. ഫാന്റാസ്റ്റിക് ഫിനിഷ്. കൊലോമുവാനിയുടെ ആദ്യത്തെ പ്രീമിയർ ലീഗ് ഗോൾ, 19 മത്സരങ്ങളിലെ ആദ്യത്തെ പ്രീമിയർ ലീഗ് ഗോൾ സ്പേഴ്സിൻ്റെ കുപ്പായത്തിൽ. ആദ്യത്തെ പ്രീമിയർ ലീഗ് ഗോൾ ചെങ്ങനെ അടിച്ചിരിക്കുകയാണ്, 1-1 ഒന്നാക്കി. സംബന്ധിച്ചോളം ഒരു ഗുഡ് ഗെയിം ആയിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അവിടെ ഡെക്ലൻ റൈസാണ് മിസ്റ്റേക്ക് വരുത്തിയത്. ഉടനെ തന്നെ ആൾ പിന്നെ തൻ്റെ ടീംമേറ്റ്സിനോട് മാപ്പും കാര്യങ്ങളൊക്കെ പറയുന്ന സാധനം കണ്ടു. പക്ഷേ പിന്നെയും ഡെക്ലൻ റൈസിൻ്റെ നല്ല പ്രകടനം നമ്മൾ കണ്ടിട്ടായിരുന്നു. അതാണ് ആളുടെ മെൻറ്റാലിറ്റി ടോപ്പ് ക്ലാസ് ആണ്. നല്ല രീതിയിൽ ആ ഗ്രൗണ്ട് ചെങ്ങായി കവർ ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ആർസണൽ തളർന്നൊന്നുമില്ല. ആർസണൽ വീണ്ടും അവരുടെ ഒരു ഗെയിം തന്നെ കളിക്കുന്നു, ഫ്രണ്ട് ഫുട്ടിൽ തന്നെ കളിക്കുന്നു, അവർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലോങ് ബോൾ, ഹിൻകാപ്പിയുടെ ലോങ് ബോളിൽ നിന്ന് സാക്ക ഈ ഡിഫൻസിൻ്റെ പുറകിലൂടെ റൺ നടത്തുകയാണ്. അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞല്ലോ ഈ ലൈൻ എങ്ങനെയാണ് കീപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് പ്ലേയേഴ്സ് വരുന്നത് എന്നുള്ളൊരു ധാരണയില്ല. അപ്പോൾ അവിടെ വിക്കാരിയോ വന്നിട്ട് പിന്നെന്താ പറയുക, ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. അതായത് നല്ല രീതിയിൽ സേവ് ചെയ്യുന്നൊരു സാരി നമ്മൾ കണ്ടു. ഇതേപോലെ തന്നെ ആ വിക്കാരിയോടെ ഒരു സാധനം പറഞ്ഞപ്പോഴാണ് മത്സരത്തിൻ്റെ തുടക്കത്തിലും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിരുന്നു. ലോങ് ബോൾ വന്നപ്പോൾ വിക്കാരിയോ കയറി വന്ന് ബോക്സിൻ്റെ പുറത്തേക്ക് വന്നിട്ട് ക്ലിയർ ചെയ്തു. പക്ഷേ അത് ഹെഡ് ചെയ്തിട്ടാണ് ചെങ്ങായി ക്ലിയർ ചെയ്യുന്നത്. ആ സാധനം ട്രൊസാഡിലേക്കാണ് വന്ന് വീഴുന്നത്. ട്രൊസാഡ് ഒരു ക്രോസ് കൊടുക്കാൻ ശ്രമിച്ചാണ്, പക്ഷേ അത് വാൻഡവൻ ബോക്സിൽ അപ്പോഴേക്കും ഗോൾ കീപ്പർ ഓടി എത്തുന്നേ ഉള്ളൂ. വാൻഡവൻ അത് ലീവ് ചെയ്ത സാധനം ഡ്രാഗോസിൻ്റെ തലയിൽ തട്ടി പോകുന്ന കാര്യം നമ്മൾ കണ്ടു. ആലോചിക്ക്, കൺഫ്യൂസ്ഡ് ആണ് ഇവന്മാർ എന്താ ചെയ്യണം എന്നുള്ളൊരു ധാരണയില്ല. അതേപോലെ തന്നെ വിക്ടറി ഓക്കറേഷിൻ്റെ ഒരു ഹെഡർ സാധനം ഉണ്ടായിരുന്നു, അതും ഡ്രാഗോസിൻ ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടായിരുന്നു. പിന്നെ മത്സരത്തിൽ ഈ പറഞ്ഞ പോലെ വിക്കാരിയുടെ ആ ഒരു സേവിന് ശേഷം ട്രൊസാഡിൻ്റെ ഒരു അറ്റംപ്റ്റ്, മറ്റൊരു ബിഗ് ചാൻസ് ആർസണൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ അഗൈൻ സാക്ക കോമ്പിനേഷൻ റൈറ്റിൽ ഉണ്ടായിരുന്നതിന് ശേഷമാണ് ബോക്സിലേക്ക് ആ ബോളൊക്കെ എത്തുന്നതിന് ശേഷം ബോക്സിൻ്റെ റൈറ്റ് സൈഡിലാണ് ട്രൊസാഡിൻ്റെ ഷോട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് പോകുന്ന കാര്യങ്ങൾ കാണുന്നു. പിന്നെ ആ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഹാഫ് ടൈമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു, ഗബ്രിയലിൻ്റെയും കൊലോമുവാനിൻ്റെ ഒരു ഇൻസിഡൻറ്റ്. അപ്പോൾ കൊലോമുവാനി ഒരു ലോങ് ബോളിലേക്ക് റൺ ചെയ്യുന്ന സാഹചര്യത്തിൽ ഗബ്രിയൽ അദ്ദേഹത്തിന് മുമ്പിലേക്ക് വന്നിട്ട് ആളെ വീഴ്ത്തുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു കാർഡ് കൊടുക്കേണ്ട സാധനമാണോ ഒരു ഫൗൾ കൊടുക്കേണ്ട സാധനമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ റെഫറിയുടെ കോളാണ്. അപ്പോൾ അതിൽ കാര്യമായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്തായാലും അങ്ങനെ ഹാഫ് കഴിയുന്നു. സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ സ്പേഴ്സ് ഒന്ന് ബെറ്ററായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. അത് സിമോൺസിൻ്റെ ഒരു അറ്റംപ്റ്റ് റായ ചെയ്തതിനാണ്. സിമോൺസിനെ സംബന്ധിച്ചോളം എന്താ പറയുക,
ഈവൻ ക്രോസ് ഫീൽഡ് ബോളൊക്കെ കൊടുക്കാൻ ശ്രമിച്ചിട്ട് നേരെ ആസർ പ്ലേസിലേക്ക് കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. വളരെ പുവർ ഹാഫായിരുന്നു, പക്ഷേ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആളിപ്പോൾ എന്താ പറയുക, ക്രൗഡിലേക്ക് ഡ്രിബിൾ ചെയ്ത് പോവുകയാണ്. ഡെക്ലൻ റൈസൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇഷ്ടംപോലെ ബെഞ്ച് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടായിരുന്നു. പിന്നെ എന്താണ്, എങ്ങനെയാണ് ആ ഗോൾ പറക്കുന്നത്, വിക്ടർ യോക്കറിഷിൻ്റെ ആ ഗോൾ, ആ ഇമ്പോർട്ടൻറ്റ് ഗോൾ വരുന്നത്, അതിൽ ടിംബറിൻ്റെ പാസിങ് എബിലിറ്റിയാണ് അതിലുള്ളത്. ആ റൈറ്റ് സൈഡിൽ നിന്നുള്ള ടിംബറിൻ്റെ പാസിങ് എബിലിറ്റി. അപ്പോൾ ആ ഡിഫൻസിനും മിഡ്ഫീൽഡിനും ഇടയിൽ ആ ഒരു പിന്നെ ബോക്സിൻ്റെ ജസ്റ്റ് പുറത്ത് എഡ്ജിൽ നിൽക്കുകയാണ് വിക്ടർ യോക്കറിഷിൻ്റെ അടുത്തേക്ക് ആ പാസ് കൊടുത്തപ്പോൾ ഫാന്റാസ്റ്റിക് പാസ്സാണ്. റൈറ്റ് സൈഡിൽ നിന്ന് വിപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ആളാരും ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല, ഒരു പരിപാടി നടക്കുന്നില്ല. വിക്ടർ യോക്കറിഷ് ഒരു ടച്ച് എടുക്കുന്നു, രണ്ടാമത്തെ ആൾ നോക്കിയിട്ട് പോയില്ല, എവിടേക്കാണ് അടിക്കുന്നത് കൃത്യമായിട്ടുള്ള ധാരണ. അത്തരത്തിലുള്ള പവർഫുൾ സ്ട്രൈക്കറാണ് ചങ്ങായി. ഫാന്റാസ്റ്റിക് അടിക്കുന്നത്, ആ സെലിബ്രേഷൻ ചങ്ങായി നടത്തുകയാണ്. അപ്പോൾ അങ്ങനെ 2-1 വേണം. അപ്പോൾ അത് മാറ്റർ ഓഫ് ടൈം മാത്രമായിരുന്നു കളി കാണുമ്പോൾ നമുക്ക് ആ ഗോൾ വരും എന്നുള്ള ഒരു സംഭവം. പിന്നെ മാത്രമല്ല അത് ആ ഏർലി രീതിയിൽ വന്നത് ആസിൽ ഫാൻസ് സംബന്ധിച്ചോളം കുറച്ച് കാര്യങ്ങൾ സുഖമായി പിന്നെ കളി കാണുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ഈ ഗോൾ വന്ന ഉടനെ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ സ്പേഴ്സിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കോണ ഗാലഗറിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് കൊലമുവാനി ഗോളാക്കി എന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത് എല്ലാവരും. പക്ഷേ റെഫറി ഉടനെ തന്നെ ഒരു ഫൗളിന് വിസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ സംഭവിച്ചാൽ കൊലമുവാനി ഗബ്രിയലിനെ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സോഫ്റ്റ് പുഷിൽ ഗബ്രിയലിൻ്റെ പറക്കൽ കാണണം. പണ്ട് മിക്ക റിച്ചർഡ്സ് ആ രീതിയിലുള്ള ഒരു പറക്കൽ നടത്തിയിട്ടുണ്ട്, ഭീകരമായിട്ടുള്ളൊരു ഡൈവ്. ഇതും അതേപോലുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ഡൈവാണ്. പക്ഷേ ആ ഡൈവാണ് അവിടെ റെഫറീനെ കോൺ ചെയ്തെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആ രീതിയിലാണ് ആ ഡിസിഷൻ അവർക്ക് കിട്ടിയത്. ഒരു പുഷ് ഉണ്ടോ എന്ന് വെച്ചാൽ സ്ലൈറ്റ് പുഷ് അവിടെ ഉണ്ട്, പക്ഷേ ആ രീതിയിലുള്ളൊരു തിയേറ്ററിക്കൽ ഡൈവ് അത് ഭയങ്കര സംഭവം. പക്ഷേ പല ഡിഫൻഡർമാരും ചെയ്യുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണ്. എന്തായാലും ആളുടെ ഒരു എക്സ്പീരിയൻസ് അവിടെ യൂസ് ചെയ്തത് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ സോഫ്റ്റ് പുഷാണ്. പക്ഷേ സ്പേഴ്സ് ഫാൻസ് സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇടങ്ങുണ്ടാക്കുന്ന തരത്തിലൊരു ഡിസിഷൻ ആയിരിക്കും. കാരണം വെച്ചാൽ ലിവർപൂളിനെതിരെയുള്ള മത്സരത്തിലേക്ക് കുട്ടി റമോറിനെ പുഷ് ചെയ്തുള്ള സാഹചര്യത്തിൽ ആ ഗോള് അവിടെ കൊടുക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഓൺ ഫീൽഡ് ഡിസിഷനാണ് ഇത്തരത്തിലുള്ള കാര്യത്തിൽ കണക്കിലെടുക്കുക. കാരണം വെച്ചാൽ ഇതിലൊരു എന്താ പറയുക, ക്ലിയർ ആൻഡ് ഒബ്വിയസ് എറർ നമുക്ക് പറയാൻ പറ്റില്ല. പുഷ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. അത് റെഫറി അവിടെ ആ ഗോൾ അലോ ചെയ്തിരുന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നില്ല VR ഇടപെട്ടിട്ട് അത് ഡിസലോ ചെയ്യുന്നുള്ളത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ആ ലിവർപൂൾ മത്സരത്തിൽ നടന്നത്. അപ്പോൾ അവിടെ റെഫറി ആ ഗോൾ അലോ ചെയ്തു. അങ്ങനെ അലോ ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ അവിടെ ഇതേപോലെ ഒരു പുഷ് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഇതിനേക്കാൾ കുറച്ചുകൂടെ പുഷ് ഉണ്ടായിരുന്നു അവിടെ കുട്ടി റമോറയുടെ മേത്ത്. കുട്ടി റമോറ ഇത്ര തിയേറ്ററിക്കലായിട്ട് ഡൈവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ സ്റ്റിൽ ആൾ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പക്ഷേ ആ ഗോൾ അലോ ചെയ്തു, ഇവിടെ ഗോൾ അലോ ചെയ്യാത്തതായിരിക്കും അത്തരത്തിലുള്ള ഡിബേറ്റ്. അപ്പോൾ ഈ ഒരു റെഫറിങ്ങിലുള്ള എന്താ പറയുക ഇൻകൺസിസ്റ്റൻസി ചിലപ്പോൾ ഇത്തിരി പ്രശ്നമുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് അറിയുന്നൊരു കാര്യമാണല്ലോ, ഇത്തിരി അല്ല വലിയ പ്രശ്നമാണ്. പക്ഷേ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നതാണ് റെഫറിയുടെ കോളാണ്, ഓൺ ദ ഫീൽഡ് കോളാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ പിന്നെ 57ാമത്തെ മിനിറ്റിൽ മൊസ്കേരനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ടിംബറിന് പകരമായിട്ട്. മൊസ്കേര സ്പെൻസിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യാണ്. സ്പെൻസ് അവിടെ ബോൾ വെച്ചിട്ട് ഇങ്ങനെ എണ്ണ വരയ്ക്കുമ്പോൾ മൊസ്കേര ബോൾ വിൻ ചെയ്യുന്നു. വെച്ചുകൊണ്ടിരുന്നതാണ് ചങ്ങായി, ക്ലിയർ ചെയ്യാമായിരുന്നു. എസെ സാക്കനെ പിക്ക് ചെയ്യുന്നു, ബ്യൂട്ടിഫുള്ളായിട്ട് സാക്കയുടെ അറ്റംപ്റ്റ് പക്ഷേ വിക്കാരിയോ സേവ് ചെയ്യുന്നൊരു സാധനം നമ്മൾ കാണും. അതേപോലെ തന്നെ പിന്നെ എങ്ങനെയാണ് സാക്ക 61ാമത്തെ മിനിറ്റിൽ, സാക്കയല്ല എസെ 61ാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ഓടിക്കുന്നത്, ചെങ്ങയുടെ രണ്ടാമത്തെ ഓടും, ആസ്ലം മൂന്നാമത്തെ ഓടും. അതിൽ ഡ്രാഗൂസിൻ്റെ ബോധമില്ലായ്മ ഒരു പ്രധാന പ്രശ്നമാണത്. അവിടെ പിന്നെ മിഡിൽ ഓഫ് ദി പിച്ചിലൊരു പിൻബോൾ നടക്കുകയാണ്, ഏരിയൽ പിൻബോൾ. അപ്പോൾ ആ സാഹചര്യത്തിൽ ബാക്കിലേക്ക് ഹെഡർ പാസ് കൊടുത്തതാണ് സ്പേഴ്സിൻ്റെ പ്ലെയർ ഡ്രാഗൂസിന് അത് നേരെ കുത്തി ആ ഒരു കൺജസ്റ്റഡ് ഏരിയയിലേക്ക് കുത്തി കൊടുത്തപ്പോൾ അവിടെ എസെ ബോൾ വിൻ ചെയ്യുന്നു. പിന്നെ ഡ്രാഗൂസിൻ യോക്കറിഷിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് കയറി അവിടെ ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. നേരെ യോക്കറിഷിലേക്ക് ബോൾ എത്തുമ്പോൾ പക്ഷേ യോക്കറിഷിൻ്റെ ആ ഒരു ബ്യൂട്ടിഫുൾ ഫ്ലിക്ക് അവിടെ ഫാന്റാസ്റ്റിക് സാധനമാണ്. അതിന് ശേഷം എസെ 1 ടച്ചിൽ സാക്കേനെ റിലീസ് ചെയ്യുന്നു. പക്ഷേ വാൻഡവൻ അവിടെ സാക്കേനെ വന്ന് പുറകിൽ നിന്ന് വന്നിട്ട് ചാലഞ്ച് നടത്തി, ഫാന്റാസ്റ്റിക് ചാലഞ്ചാണ്. പക്ഷേ അവിടെ പലീനയിൽ തട്ടിയിട്ട് ആ ബോൾ കൃത്യമായിട്ടും എസയുടെ കാലം വന്നു വീഴാണ് എസെ അത് ഫിനിഷ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ കിടന്നുള്ള സെലിബ്രേഷൻ, ആൻഡ് ചുരുണ്ട് കൂടിയിട്ടുള്ള സെലിബ്രേഷൻ, ആ ഊരിട്ടുള്ള സെലിബ്രേഷൻ ഭയങ്കര സംഭവമായിരുന്നു. അങ്ങനെ 3-1 ആകുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. പിന്നെ കുറേ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ഇഗോർത്ത് വരുത്തി നോക്കി. സ്പെൻസിനൊക്കെ റൈറ്റിലേക്കൊക്കെ നീക്കിയിട്ടാണ് റിച്ചാർഡ്സിനെ കൊണ്ടുവരുന്നു, സോളങ്കിനെ കൊണ്ടുവരുന്നു, പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ടെല്ലിനൊക്കെ കൊണ്ടുവരുന്നു. ആ രീതിയിൽ ചേഞ്ച് വരുത്തിയൊക്കെ നോക്കി. പക്ഷേ ഓൾറെഡി ഡാമേജ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് മറ്റൊരു ക്രൂഷ്യൽ സേവ് ഈ ചങ്ങായി നടത്തുന്നത്, ഡേവിഡ് റായ നടത്തുന്നത്. അപ്പോഴേക്കും ട്രൊസാർഡും എസേനെയൊക്കെ പറഞ്ഞയച്ചിട്ട് മാർട്ടിൻ ഒഡിഗാർഡിനെയും അതേപോലെ തന്നെ മാർട്ടിനെല്ലിനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൺസ് അഗൈൻ റൈസിൻ്റെ ഒരു മിസ്റ്റേക്ക് ആ എഡ്ജ് ഓഫ് ദി ബോക്സിൽ സംഭവിക്കുന്നു. ജെറ്റ് സ്പെൻസ് റൈറ്റിലാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ചങ്ങായി, റൈറ്റിൽ നിന്ന് ചങ്ങായി ഒരു ക്രോസ് കൊടുത്തതാണ്. അപ്പോൾ അത് റിച്ചാർഡ്സിൻ്റെ ഫ്ലിക്ക് വാസ് ഗുഡ് ഫ്ലിക്ക്. അത് വലയിലേക്ക് ഇങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ അവിടെ റിയാക്ഷൻ, ഡേവിഡ് റായുടെ റിയാക്ഷൻ വാസ് ഫാന്റാസ്റ്റിക്. ആണത് അവിടെ നിന്ന് ഇങ്ങനെ പ്ലക്ക് ചെയ്ത് കളയുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. പിന്നെ 4ാമത്തെ ഗോളിലുള്ള
ഗ്രേക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. ഓഡിഗാർഡിൻ്റെ ഗ്രേക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് അവിടെ സ്പെൻസ് 1 സെക്കൻഡ് ബോൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പലരും ചിലപ്പോൾ സംസാരിക്കുന്ന സംഭവമായിരിക്കും. സ്പെൻസാണ് ബോൾ നഷ്ടപ്പെടുത്തുന്നത്, പൊസിഷൻ നഷ്ടപ്പെടുന്നത്, സ്പെൻസിന് ബോൾ വിൻ ചെയ്യണം. അപ്പോൾ ഈ ആർസണലിൻ്റെ ഈ പ്രഷറിന് മുമ്പിൽ, അവരുടെ ഈ പ്രസ്സിങ്ങിന് മുമ്പിൽ സ്പേഴ്സ് വീർപ്പ് മുട്ടുന്ന സാഹചര്യമാണ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അവർക്ക് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അവർ ശരിക്കും അതിലിടങ്ങാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവരെ സംബന്ധിച്ചോളം മിഡ്ഫീൽഡിൽ നിന്ന് ഡിഫൻസിലേക്ക് ഇറങ്ങി വന്ന് ബോൾ എടുത്ത് പോകാൻ പറ്റുന്ന തരത്തിലൊരു പ്രൊഫൈലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ബിസൂമയും പാപ്പമാരോ സാറും കോണഗാലൊക്കെയാണ് കളിച്ചിരുന്നത്. സിമിലർ പ്രൊഫൈലുകളാണ് അവർ. ശരിക്കും ബിസൂമ എന്ന് പറഞ്ഞാൽ ചെറിയ തോതിൽ അത്രയും എബിലിറ്റി ഒക്കെ ഉണ്ട് ബാക്കിൽ നിന്നൊക്കെ വന്നിട്ട് ഹെൽപ്പ് ചെയ്യാനൊക്കെ. പക്ഷേ ആൾ ഭയങ്കരമായിട്ട് കോൺഫിഡൻസിലാക്കിയ തരത്തിലൊരു പ്ലെയറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ആ സിറ്റുവേഷനിൽ സ്പേഴ്സ് പിന്നെ ലോങ് ബോളും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കാൻ ശ്രമിക്കുന്നതായിരുന്നു കൊലമോവാനിക്കൊക്കെ. പിന്നെ കൊലമോവാനിക്ക് ഡിഫൻസിലേക്ക് ഇറങ്ങി വന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ആർസണലിൻ്റെ പ്രസ്സിന് മുമ്പിൽ ശരിക്കും സ്പേഴ്സ് വീർപ്പ് മുട്ടുന്നു. ആർസണൽ ഞാൻ പറഞ്ഞല്ലോ, ഫ്രം ദ ഫസ്റ്റ് മിനിറ്റ് അവരുടെ ആറ്റിറ്റ്യൂഡ്, എനർജി ലെവൽ സ്പോട്ട് ഓൺ ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ ഗോളും വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓഡിഗാർഡ് യോക്കറിഷിനെ പിക്ക് ചെയ്ത് യോക്കറിഷ് സ്ട്രെങ്ത്തും കാര്യം കാഴ്ചവെച്ച് ഫിനിഷ് ചെയ്യുന്നു. ഫാന്റാസ്റ്റിക് പെർഫോമൻസ്, ഗ്രേറ്റ് പെർഫോമൻസ്. സാക്കയുടെ ഗെയിം ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ അടിച്ചത് ചങ്ങായിയാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ടച്ചസ് ബോക്സിൽ 18 ചങ്ങായിയാണ് നടത്തിയിട്ടുള്ളത്. ചാൻസിൽ 2 ക്രിയേറ്റ് ചെയ്യുന്നു. ഫൈനൽ തേർഡിൽ ഏറ്റവും കൂടുതൽ പാസസ് നടത്തിയിട്ടുള്ള ചങ്ങായാണ് 21. ഏറ്റവും കൂടുതൽ ഡ്രിബിളുകൾ ചങ്ങായിയാണ് നടത്തിയിട്ടുള്ളത് 7 ഡ്രിബിളുകൾ. ടോട്ടൽ ഡ്യൂലുകൾ അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്ന ചങ്ങായിയാണ് 22. അതിൽ ഡ്യൂലുകൾ വിൻ ചെയ്തതിൻ്റെ എണ്ണത്തിൽ 3rd പൊസിഷനിലാണ് സാക്കരി. അപ്പോൾ സാക്കയുടെ ഒരു ഗ്രേറ്റ് ഗെയിം ആയിരുന്നു. വിക്ടർ യോക്കറിഷിൻ്റെ ഒരു കംപ്ലീറ്റ് പെർഫോമൻസ്. എസ് എ ഹാഡ് എ ഫാന്റാസ്റ്റിക് ഗെയിം. ഗബ്രിയേൽ 10 out of 10 ഡ്യൂലുകളും കാര്യങ്ങളും വിൻ ചെയ്യുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഗബ്രിയേലിൻ്റെ ആ ഒരു എന്താ പറയുക, ഫുൾ കോൺഫിഡൻസിലാണ് ചങ്ങായി ഫുട്ബോൾ കളിക്കുന്നുള്ളതിൻ്റെ ഒരു സംശയം എനിക്കുണ്ട്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ സൂമെൻഡി കമ്പോസ്റ്റ് ആയിരുന്നു. ആ സംബന്ധിച്ചിടത്തോളം ഡിഫെൻഡിങ്ങിനെ കുറിച്ച് കാര്യമായിട്ട് ബോധമുണ്ടാത്ത ഒരു മത്സരമായിരുന്നു. അപ്പോൾ ഈവൻ അവർ ചില സാഹചര്യങ്ങൾ 2 സെൻറ്റർ ബാക്കുകളെ മാത്രം നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരും അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു ഈ മത്സരത്തിലുള്ള കാര്യമാണ്. അപ്പോൾ ആ രീതിയിലുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഈവനിങ് ആയിരുന്നു ആർസണലിനെ സംബന്ധിച്ചിടത്തോളം. ഇനി അവർക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അടുത്ത മത്സരം ചെൽസിക്കെതിരെയാണ്. അപ്പോൾ കണ്ടിന്യൂ ചെയ്യണം. ഇനിയിപ്പോൾ മാർജിൻ ഫോർ എറർ ഇല്ല. ഈ ഒരു ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളും അവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ആ ടൈറ്റിൽ അടിക്കാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ പോലെ അതവർക്ക് സാധിക്കുമോ എന്നുള്ള വലിയൊരു ചോദ്യമായിട്ട് ഇപ്പോൾ ബാക്കിയുണ്ട്. പക്ഷേ അവർക്ക് നല്ല രീതിയിലുള്ള കൊട്ടാണ് വൂൾസും ബ്രെൻഫോർഡും കൊടുത്തത്. അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെയോ പാഠം ഈ മത്സരത്തിൽ പഠിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനെ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം. അല്ലാത്ത പക്ഷം ഇനിയിപ്പോൾ കൺസിസ്റ്റൻസി കാഴ്ചവെക്കില്ല. കാരണം ആ കറബാ കപ്പ് ഞാൻ വൺസ് അഗൈൻ പറയുകയാണ്, ഇതിന് മുമ്പുള്ള സാഹചര്യമാണ്. ആ കറബാ കപ്പിൻ്റെ ഫൈനൽ ശരിക്കും ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് മത്സരമായിട്ട് മാറും. കാരണം വെച്ചാൽ പെപ്പിൻ്റെ ടീമിനെതിരെ ആ മത്സരം ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് പെപ്പിൻ്റെ ടീമിനൊരു എന്താ പറയുക, ഒരു ഇടങ്ങർ പിടിക്കുന്ന ഒരു റിസൾട്ടായിരിക്കും. ആർസണൽ ടീമിന് ഭീകരമായിട്ടുള്ള ഒരു മൊറാൽ ബൂസ്റ്റ് ആ ഒരു എത്തിഹാദിലെ ആ പ്രീമിയർ ലീഗ് മത്സരത്തിന് മുമ്പായിട്ട് കൊടുക്കുന്ന തരത്തിൽ സംഭവിക്കും. എനിവേ, ടൈറ്റിൽ റേസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ 5 പോയിൻറ്റ്സ് ഡിഫറൻസ് ഉണ്ട് ആർസണൽ സിറ്റി തമ്മിൽ. പക്ഷേ സിറ്റിക്ക് ഒരു ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട്. മത്സരത്തെ നമുക്ക് കാണാം. ഗുഡ് ബൈ.